ഓണത്തിന് പോലീസുകാർക്ക് അവധി നൽകില്ലെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ വിചിത്ര ഉത്തരവ്. സെപ്റ്റംബർ 14 മുതൽ 18 വരെ അവധി അനുവദിക്കില്ല എന്നാണ് ഉത്തരവ്. ഉത്തരവ് വിവാദമായതോടെ കൂട്ട അവധി അനുവദിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ വിശദീകരണം. വി ജയശങ്കർ പത്തനംതിട്ടയിൽ ചേർന്നു. ജയശങ്കർ, ഈ പോലീസിൽ മാനസിക സംഘർഷം ഏറുന്നുവെന്ന് പരക്കെ ആക്ഷേപവും പരാതിയും ഒക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് അവധിയില്ലെന്നൊരു പിടിവാശി, പിന്നീട് അത് മാറ്റുകയും ചെയ്തു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് സെപ്റ്റംബർ 14 മുതൽ 18 വരെ അവധി അനുവദിക്കില്ല എന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. വിചിത്രമായ ഉത്തരവിനെതിരെ പോലീസ് സേനയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കടുത്ത എതിർപ്പ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ ഉത്തരവ് പിൻവലിച്ചിട്ടില്ല. ഉത്തരവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ജില്ലാ പോലീസ് മേധാവിയുടെ അടുത്ത് നമ്മൾ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ഘട്ടത്തിൽ പോലീസ് സേനയ്ക്കുള്ളിൽ ജില്ലയിൽ കൂട്ടവധികളുണ്ട്, ഇത്തരത്തിൽ അവധികൾ അനുവദിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. മുൻകൂറായി ഇത്തരത്തിൽ മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള അവധികൾ അപേക്ഷകൾ നൽകി കഴിഞ്ഞാൽ പരിഗണിക്കും. പക്ഷേ ഈ സേനയിൽ വലിയൊരു ശേഷിക്കുറവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂട്ട അവധികൾ ഒഴിവാക്കാനാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ ഈ ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിൽ സെപ്റ്റംബർ 14 മുതൽ 18 വരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ജില്ലയിൽ അവധി ഉണ്ടാകില്ല എന്നാണ് നമുക്കത് വായിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഉത്തരവ് തിരുത്തിയിട്ടില്ല. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസ് സേനയ്ക്കുള്ളിൽ പോലീസുകാരുടെ മാനസികാരോഗ്യം ഉൾപ്പെടെ മെച്ചപ്പെടുത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു അവധി എടുക്കരുതെന്ന കർശന നിർദ്ദേശം ഒരു ജില്ലയുടെ ചുമതലയുള്ള പോലീസ് മേധാവി. ശരി, സർക്കുലറിൽ അമർഷം ഉയർന്നതോട് ഉദ്ദേശിച്ചതല്ല അതല്ല എന്ന വിശദീകരണവുമായി SP രംഗത്ത് വന്നിട്ടുണ്ട്. വി ജയശങ്കറാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്.